വന്നേടി ചേച്ചി ഞാൻ ഇപ്പൊ ഒരു ജോലിക്ക് പോയിട്ട് വന്ന ചേച്ചി. നല്ല ഡ്രസ്സാണല്ലോ ഇട്ടിരിക്കണേ. ഇത് അവിടുത്തെ സാറ് തന്നാണ് കൊച്ചമാറിയത്. എങ്ങനെയുണ്ട്? അവർക്ക് മാത്രം ഇട്ടാ മതി, നമ്മളെ പാവങ്ങൾക്ക് നമുക്ക് ഇടണ്ടേ നല്ല മോഡൽ ഡ്രസ്സ്. നല്ല ഡ്രസ്സ് അല്ലേ? സാറിന് തന്നെ ഇഷ്ടപ്പെട്ടു. കൊച്ചമറിയാതെ തന്നത് ആണോ? കൊള്ളാമോ ചേച്ചി? സാറ് അറിയല്ലേ സാറ് പറഞ്ഞ കാര്യം, എന്റെ വീട്ടിൽ വരുമ്പം നീ സാധാ ഡ്രസ്സ് ഇട്ടോണ്ട് വരണം, എവിടെയെങ്കിലും പോകുമ്പോ ഇത് ഇട്ടോണ്ട് പോവാം, സാറിന് ഒരു കുഴപ്പമില്ല. അപ്പോഴും സാറിനെ കൊണ്ട് കൊച്ചമ്മേരെ ഡ്രസ്സ് തന്നെ സാറിനെ കൊണ്ട് പോവരുത്. ചേച്ചി വാ ചേച്ചി, ചായ കുടിച്ചിട്ട് പോവാം. ചായ വേണ്ട എനിക്ക്. വേണ്ട, പാല് വാങ്ങിക്കാം. ഞാൻ ജോലി ചെയ്ത പൈസക്കാണ് പാലും ബിസ്ക്കറ്റും വാങ്ങി തന്നത്. സാർ തന്നതൊക്കെ ശരി, ഇന്നത്തെ ഒരു ദിവസത്തെ ജോലി പൈസക്കാണ് ഞാൻ വാങ്ങിക്കൊണ്ടത്. വേണമെങ്കിൽ വാ ചായ കുടിക്കാനായിട്ട്. അതെന്ത് നീ പറഞ്ഞില്ലല്ലോ ജോലി പൈസ സാറ് പാല് വാങ്ങി തന്നല്ലേ പറഞ്ഞു. ചേച്ചി സാറ് പാല് വാങ്ങി തന്നല്ലേ, സാറ് തന്ന പൈസക്ക് ഞാൻ വാങ്ങി, അതാണ് പറയണത്. അങ്ങോട്ടും ഇങ്ങോട്ട് കേൾക്കാതെ മറുപടി പറയില്ലെന്ന്. പിന്നെ സാറ് പാവമാണ് ചേച്ചി, എനിക്ക് കണ്ടിട്ട് കൊച്ചമ്മയെ കഴിഞ്ഞ ആള് പാവമാണ് ചേച്ചി. സ്നേഹമുണ്ട്, ഒരു മനസ്സാക്ഷി ആ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട്. അത് സാറന്മാരെല്ലാം അങ്ങനെ തന്നെ. ആദ്യം അങ്ങനെ തന്നെ പാവം കരുതി എല്ലാം വാങ്ങിയൊക്കെ തരും. പാലിനീരും നാളെ പഞ്ചസാരക്കേരും നാളെ വേറെ എന്തെങ്കിലും തരും. വേറെ എന്തെന്ന് പറഞ്ഞാ നിനക്ക് നാളെ ഇനി വേറെ ഒരു സാരി, ഒരു പട്ടു സാരി വാങ്ങി തരും. തന്നാ വാങ്ങിക്കും. നമ്മളെ പോലുള്ള പാവങ്ങള് ആരെങ്കിലും ഒക്കെ തന്നല്ലേ നമ്മള് ഈ പറയും പോലെ കൊടുക്കണത്. ചേച്ചിക്ക് എന്തൊരു ഒരു പുച്ഛം, എന്റെ സാറിന് ആദ്യം കണ്ടിട്ടില്ലല്ലോ. സാരി കൊച്ചമ്മേരെ സാരി തരണമെങ്കിൽ അതൊരു നല്ലൊരു സാരിയല്ലേ. ഇത്രയും ധൈര്യമുള്ള സാറ് കൊച്ചമ്മേരെ സാരി എടുത്ത് നിനക്ക് തരണമെങ്കിലേ സാറിന്റെ ചേച്ചിക്ക് എന്തോ ഒരു കുശുമ്പുണ്ട്, എനിക്ക് അതേ പറയാനുള്ളൂ. എടി നോക്കടി, സാറ് തന്ന പൈസക്ക് പാലും ബിസ്ക്കറ്റ്. ജോലിക്ക് പോയി തുടങ്ങിയടി, പിള്ളേരെ നോക്കണ്ടേ. അപ്പൊ അങ്ങനെ തരൂല. അറിയാതെ സാരി കൊടുത്തു നോക്കടി, കൊച്ചമ്മ അറിയാതെ പാലിന് നമ്മളൊക്കെ വീട്ടുകളിലേക്ക് ഏർപ്പെടുന്നു. നമുക്കൊന്നും ഇങ്ങനെ ആരും. ചേച്ചി നിങ്ങളെ കാലഘട്ടം പോലെയാണോ ഇപ്പൊ? അതാ എല്ലാവർക്കും കാലഘട്ടം മാറി. സാറന്മാര് സാരി തരും, പാല് തരും. നിങ്ങൾ കുത്തിത്തിരിപ്പുണ്ടാക്കാതെ വീട്ടിൽ കയറിപ്പോ. നോക്കടി ചേച്ചി എന്തോന്ന് സാറൊരു കോഴി എന്നടി കേട്ടെടുത്തോളം. എന്തോന്നടി ചേച്ചി ഇങ്ങനെ പറഞ്ഞിട്ട് പോണത്? ഇവിടെ ഏറ്റവും കേട്ടോണ്ടായിട്ട് നിക്കണമെന്തോ. ഇല്ല, അവര് വീട്ടിൽ കയറി പോയി. എന്തോന്നടി എനിക്ക് ഇതുകൊണ്ട് ഒരു ദിവസം ജോലി കേട്ട് വലിയ സന്തോഷമായിട്ട് പാലും വാങ്ങിച്ച് വഴി കണ്ടപ്പം പറഞ്ഞ കാര്യങ്ങള്. സാഹചര്യം കൊണ്ടല്ലേ ചേച്ചി. പിന്നെ അതെ, അവരെന്തിനാ അങ്ങനെ പറഞ്ഞത്? ഇനിയിപ്പോ നാളെ ഇനിയിപ്പോ ഈ കഥ എവിടെയൊക്കെ പോകുമെന്ന് എനിക്ക് അറിഞ്ഞു. എന്തായാലും തൊഴിലുറപ്പിൽ പോയി പറയും. ആകെ പാടെ അറിയാലോ വീട്ടിലെ പ്രശ്നങ്ങൾ, എനിക്ക് 100 കൂട്ടം പ്രശ്നം അതിന്റെ ഇടയ്ക്ക്. ചേച്ചി എന്തിനു പറയാൻ പോയത്? അവരങ്ങ് പോവുമായിരുന്നല്ലോ. ഇങ്ങനെ തന്നെ അല്ലേ ചേച്ചി? ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. എന്റെ പൊന്ന് ചേച്ചി ഒന്നും കാണും. ചേച്ചിക്ക് നിളവിക്കണ ഗുളി കഴിച്ചില്ലേ? ആര് പറയണെന്ന്? ഇങ്ങനെ ഒരു വാക്കേ നമ്മള് സാരിയും പാലും കൊണ്ട് ഇത് ഈ നടയെ കൂടെ പോയി പോവല്ലേ. വാടി, നമുക്ക് ഇനി പഞ്ചായത്തിൽ പോയി പറയാം, നമുക്ക് വേറെ വഴി വെട്ടി തരാം.